കേന്ദ്ര സർക്കാരിനെതിരെ തുറന്ന യുദ്ധത്തിന് തമിഴ്നാട് തയ്യാറായി കഴിഞ്ഞു. ദ്വിഭാഷാ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന DMK മണ്ഡല പുനർനിർണയ വിഷയത്തിലും ശക്തമായ പ്രതിഷേധത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയ നടപടിക്കെതിരെ സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുടെ പിന്തുണ സമാഹരിക്കുന്നതിനും പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുമായിട്ട് മാർച്ച് 22-ന് ചെന്നൈയിൽ ഒരു സംയുക്ത ആക്ഷൻ കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്ത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയം ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്ന് ആന്ധ്രാപ്രദേശാണ്. TDP ആണ് നിലവിൽ ആന്ധ്ര ഭരിക്കുന്നത്. NDA സർക്കാരിൽ ഘടകകക്ഷികളായ TDPയും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മണ്ഡല പുനർനിർണയ വിഷയത്തിൽ സ്റ്റാലിനെ പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. നിലവിൽ മണ്ഡല പുനർനിർണയത്തിൽ ചന്ദ്രബാബു നായിഡു ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. BJPക്ക് എക്കാലവും പിന്തുണ പ്രഖ്യാപിക്കാറുള്ള നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദൾ സ്റ്റാലിന് പിന്തുണ പ്രഖ്യാപിച്ചു. അശാസ്ത്രീയ മണ്ഡല പുനർനിർണയം തെക്കൻ സംസ്ഥാനങ്ങളെയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രമുഖ നേതാക്കളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് ഈ നീക്കത്തെ എതിർക്കാൻ സ്റ്റാലിൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പാർലമെന്റിലെ പ്രാതിനിധ്യം നിലവിലുള്ള 26% നിന്നും 20% കുറയുമെന്നും ഇത് വടക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന BJPക്ക് ഗുണം ചെയ്യുമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പ്രതിപക്ഷത്തെ BRS നേതാക്കളെയും അതിർത്തി നിർണയത്തെക്കുറിച്ചുള്ള യോഗത്തിലേക്ക് DMK നേതാക്കൾ ക്ഷണിച്ചു കഴിഞ്ഞു. രേവന്ത് റെഡ്ഡിയും BRS വർക്കിംഗ് പ്രസിഡന്റ് KT രാമറാവുവും ക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ലോക്സഭാ മണ്ഡലങ്ങളുടെ നിർദ്ദിഷ്ട അതിർത്തി പുനർനിർണയത്തിനെതിരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പിന്തുണ നൽകുകയും ചെന്നൈയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുവാൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ DK ശിവകുമാറിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ CPI, CPIM ഉൾപ്പെടെ പ്രമുഖ പാർട്ടി നേതാക്കളെയും തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, ഡോക്ടർ തമിഴ്ചി തങ്കപാണ്ഡ്യൻ MP എന്നിവർ നേരിട്ടെത്തി ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ 1971 ജനസംഖ്യ അടിസ്ഥാനമാക്കി നിശ്ചയിച്ച മണ്ഡലങ്ങളാണ് ഓരോ സംസ്ഥാനത്തും നിലവിലുള്ളത്. അതിനനുസൃതമായിട്ടാണ് പിന്നീട് 2 തവണ അതിർത്തി നിർണയം നടത്തിയപ്പോഴും എണ്ണത്തിൽ കുറവ് വരാതിരുന്നത്. അവസാനം നടന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയയ്ക്ക് ശേഷം 2009 രാജ്യത്ത് ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട് എന്ന പുതിയ മണ്ഡലവും മറ്റുള്ളവയുടെ ഘടനയിലും ചിലതിന്റെ പേരുകളിലും മാറ്റം ഉണ്ടായെങ്കിലും കേരളത്തിലെ എണ്ണം 20-ൽ തന്നെ നിന്നു. അതേസമയം ജനസംഖ്യ ആനുപാതികമായിരുന്നുവെങ്കിൽ എണ്ണത്തിൽ കുറവ് വരേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായ ഉത്തരം നൽകാത്ത സാഹചര്യത്തിൽ എണ്ണം കുറയ്ക്കാൻ ഇടയുണ്ടാക്കുന്ന ആശങ്ക തന്നെയാണ് മുന്നിലുള്ളത്. 1971 ജനസംഖ്യയല്ല മാനദണ്ഡമാക്കുന്നതെങ്കിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടക, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ എണ്ണം കുറയുകയും ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വർദ്ധിക്കുകയുമാണ് ചെയ്യുക. ദശവാർഷിക ജനസംഖ്യ വളർച്ച ആദ്യ 7 സംസ്ഥാനങ്ങളിൽ വിപരീത നിലയിലായിരുന്നു എന്നും കാണാം. കേരളത്തിൽ 12.8, ആന്ധ്രാപ്രദേശ് 6.7, തെലങ്കാന, തമിഴ്നാട് 2.1, കർണാടക 2.1, ഒഡീഷ 3.7, പശ്ചിമ ബംഗാൾ 3.9 എന്നീ ശതമാന നിരക്കിലാണ് കുറഞ്ഞത്. എന്നാൽ ഉത്തർപ്രദേശ് 2.5, ബീഹാർ 7.7, മധ്യപ്രദേശ് 2.6, ഹരിയാന 2.2, ഗുജറാത്ത് 1.6, രാജസ്ഥാൻ 3.6 എന്ന നിലയിൽ മുകളിലോട്ട് കുതിക്കുകയും ചെയ്തു. ആദ്യ 7 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അംഗങ്ങളുടെ എണ്ണം 35.4% നിന്നും 34.3 കുറയുമ്പോൾ രണ്ടാം വിഭാഗത്തിൽ 6 ഇടങ്ങളിൽ 38.6 നിന്നും 40.9% പങ്കാളിത്തം ഉയരുകയും ചെയ്തിട്ടുണ്ട്. ജനസംഖ്യ കുറഞ്ഞ 7 സംസ്ഥാനങ്ങളിൽ ഒരിടത്താണ് BJPക്ക് ഭരണമുള്ളത്. ആന്ധ്രയിൽ സഖ്യകക്ഷി ഭരണവുമാണുള്ളത്. അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷ സംസ്ഥാനങ്ങളാണ് എന്നും കാണാം.